ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ നമ്മളെ വീടിൻ്റെ ഹോം ടൂറാണ് കേട്ടോ ഒന്ന്. അപ്പോൾ നല്ല അടിപൊളി 2 റോഡുണ്ട് കേട്ടോ. ഒന്നിതിലെ നല്ല കോൺക്രീറ്റ് റോഡാണ്, മെയിൻ റോഡല്ല, എല്ലാ വാഹനങ്ങളും പോകുതിലെ. പിന്നെ നമ്മളെ വീട്ടിലേക്കുള്ള നേരെല്ലാം വഴി ഇതാണ്. മുന്നിൽ തന്നെ കടയാണ്, ഒരു സൈഡിൽ മുന്നിൽ കടയാണ്, നമ്മളെ ടൈലറിങ്ങും മാക്സികളൊക്കെ അല്ലേ കടയാണ്. പിന്നെ മുന്നിൽ ഒരു റംബൂട്ടാൻ്റെ മരമുണ്ട്. എന്താണ് നമ്മളെ മുറ്റം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളെ സിറ്റ് ഔട്ട് ഇങ്ങനെ ഹാളിങ്ങനെ ചെറിയൊരു ഷോക്കേസും ഡൈനിങ് ടേബിളും ഒക്കെ വെച്ചിട്ടുണ്ട്. താഴെ മാർബിളിൻ്റെ പീസുകളാണ് കേട്ടോ. വലുതല്ല, ചെറിയ ചെറിയ പീസുകളാണ്. 1.5 അടി 2 അടിൻ്റെയൊക്കെയാണ്. നല്ല അടിപൊളി തേപ്പാണ് കേട്ടോ നമ്മളെ വീടിൻ്റെ. ആര് കണ്ടാലും ആരെ തേച്ചത് ചോദിച്ചു. നല്ല നാടൻ പെരുന്നാമാർ തേച്ചതാണ്. പിന്നെ മണലുകൊണ്ടാണ് തേച്ചിട്ടുള്ളത്. ബംഗാളികളെ തേച്ച മാതിരിയല്ല കേട്ടോ, തേച്ചതല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ റൂം. ഇങ്ങനെയാണ് ബെഡ്റൂം വരുന്നത്. ഇവിടെ ഒരു ആൾമറുണ്ട്, റാക്ക്. പിന്നെ നേരെ ഈ റൂമിൽ പോവാം. ഇവിടെ ഒരു ബെഡ്റൂം. ഇവിടെ ഒരു റാക്കുണ്ട്, ഇവിടെ ഒരു ആൾമറുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും. അപ്പോൾ ഷെയർ ചെയ്യാൻ മറക്കണ്ട. കാരണം ഞാൻ ഈ ഒരു കാര്യം കൂടി ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മൾ ഈ വീട് വിൽക്കുകയാണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോൻ്റെ ലാസ്റ്റ് നമ്പർ കൊടുക്കണതാണ്. അപ്പോൾ ഇങ്ങനെയാണ് വീടിൻ്റെ അടുക്കള വരുന്നത്. അപ്പോൾ വലിയ ഫാമിലിക്കല്ലാത്തൊരു ചെറിയൊരു ഫാമിലിക്ക് പാകത്തൊരു വീടാണ് കേട്ടോ. ഇതാ സ്റ്റോർ റൂം. 3-4 റാക്കുകളുണ്ട്. പിന്നെ എങ്ങനെയാണ് പുറത്തേക്ക് ഇറങ്ങണം കേട്ടോ. ഇവിടെ സാധാ ഒരു അടുപ്പ് ഉണ്ടാക്കിയിരിക്കണ്. ഉള്ളിൽ പുകടുപ്പാണ്. പിന്നെ മുകളിൽ 2 ചെറിയ ബെഡ്റൂം ഉണ്ട് കേട്ടോ. അന്ന് വീട് പണിയിൽ കുറച്ച് കല്ല് ബാക്കി ഉണ്ടായപ്പോൾ ലിൻഡൽ വരെ പടുത്തിട്ട് ഷീറ്റ് ഇട്ടതാണ്. അപ്പോൾ റൂമാക്കി ഉപയോഗിച്ച കുട്ടികൾ കിടക്കും, പഠിക്കാനൊക്കെ ഇരിക്കുന്ന റൂമാണ്. മുകളിൽ 2 ബെഡ്റൂമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഷോക്കേസ് ഉണ്ട്, ഒരു റാക്കും ഉണ്ട്. പിന്നെ അടിയിൽ കാവിട്ടിക്കുകയാണ്. അപ്പോൾ കാർപ്പറ്റ് വിരിച്ചിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ 2 ബെഡ്റൂമിൽ 1 മാത്രമേ ഉപയോഗിക്കലുള്ളൂ. 1 തോരടാനും ഇതിനൊക്കെ ഉപയോഗിക്കലാണ്. കാരണം ഇവിടെ അധികം ആളില്ലല്ലോ, 3-4 ആളുള്ളൂ. അപ്പോൾ ഈ റൂമൊന്നും അങ്ങനെ കിടക്കാനും ഒന്നിനും ഉപയോഗിക്കലില്ല. തോരടാനൊക്കെ റൂമാണ്, വേസ്റ്റുകളൊക്കെ ഇടുന്നതൊക്കെ. അപ്പോൾ ഇത് ഓപ്പൺ ടെറസാണ്. ഇങ്ങനെ പാരപ്പറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ കുറേ തൈമരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ബെഡ് ചെയ്ത നല്ല തൈമരങ്ങൾ. പിന്നെ നല്ല കായ്ക്കണ റംബൂട്ടാനുണ്ട്, ഒരു തെങ്ങുണ്ട്. പിന്നെ 2 ധാരയായിട്ട് കായ്ക്കണ ചക്ക ഉണ്ട്. എല്ലായിടത്തും ഇടിച്ചക്ക ആകുമ്പോഴത്തേന് നമുക്ക് മൂത്ത ചക്ക ഉണ്ടാവും. പിന്നെ എല്ലാവരും ചക്ക കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചക്ക പിന്നെ ഉണ്ടാവും ചക്ക. അങ്ങനെ ഒരു കൊല്ലത്തിൽ 2 ധാരയായിട്ട് ചക്ക ഉണ്ടാവും. പിന്നെ സപ്പോട്ട ഉണ്ട് കായ്ക്കണത്. പിന്നെ നാവിലും മാങ്ങ മൂച്ചികളൊന്നും കായ്ക്കൽ തുടങ്ങിയിട്ടില്ല. ഒരു നീലം മാങ്ങ കഴിഞ്ഞല്ലല്ല മേലത്തെ കൊല്ലം ഒരു 3-4 ഉണ്ടായി. അപ്പോൾ പിന്നെ നാവിലും മാങ്ങ മൂച്ചിയൊന്നും കായ്ക്കൽ തുടങ്ങിയിട്ടില്ല. ഒരു നാടൻ മാങ്ങ ഉണ്ട്, പിന്നെ ഒരു നീലം മാങ്ങൻ്റെ, പിന്നെ കുഴിച്ചുണ്ടന്, അതൊന്നും കായ്ക്കൽ തുടങ്ങിയിട്ടില്ല. അതേപോലെ മുരിങ്ങക്കായ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ, കായ്ച്ചണ മുരിങ്ങ. പിന്നെ അത് സിറ്റ് ഔട്ടിൻ്റെ ചെരികു വാർപ്പിൻ്റെ മുകളിൽ കൂടെയാണ് നടക്കുന്നത്. റംബൂട്ടാൻ പറിക്കാൻ കുട്ടികളെ ഇറക്കാൻ പേടിയാണ്. അപ്പോൾ ഞാൻ തന്നെ പതുക്കെ ഇങ്ങനെ ഇറങ്ങുകയാണ്.
അപ്പോൾ ഇത് ലൊക്കേഷൻ വരുന്നത് പാണ്ടിക്കാട് ഒറോമ്പ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. പള്ളിയും മദ്രസും സ്കൂളൊക്കെ അടുത്തടുത്താണ്. പിന്നെ മദ്രസിൽ നിന്ന് ഫാത്തിഹ ഓതണതും ബെല്ലടിക്കണമൊക്കെ പെരേക്ക് കേൾക്കും. അതേപോലെ തന്നെ സ്കൂളിൽ നിന്ന് പ്രാർത്ഥന എല്ലണോ ബെല്ലടിക്കണോ കുട്ടികൾ പഠിക്കണ സൗണ്ടൊക്കെ പെരേക്ക് കേൾക്കും. അപ്പോൾ ഒറോമ്പ്രം മെയിൻ റോട്ടിൽ നിന്ന് ബസ്സൊക്കെ പോകുന്ന റോട്ടിൽ നിന്ന് ഒരു 50 മീറ്റർ 100 മീറ്ററിൻ്റെ ഉള്ളിലാണ് ഈ സ്ഥലം വരുന്നത്. അപ്പോൾ വീഡിയോ പരമാവധി ഷെയർ ചെയ്യട്ടോ എല്ലാവരും. പിന്നെ ഞങ്ങളെ ഒറോമ്പ്രത്തിൻ്റെ അത്ര ബർക്കത്തുള്ളൊരു നാടുണ്ടാവില്ല കേട്ടോ. കാരണം നല്ല ഉഫാദ് കോളേജ് ഉണ്ട്, കുട്ടികളെ ഖുർആൻ മനപ്പാടാക്കണ ഉഫാദ് കോളേജ് ഉണ്ട്, മൊഖാമുണ്ട്, പുഴ ഉണ്ട്. പിന്നെ പുഴൻ്റെ അക്കരെ അൽഫാറൂഖ് എത്തീങ്കാനുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് സ്ഥാപനങ്ങളുള്ളൊരു നാടും കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും സംശയം ഉണ്ടാവും എന്തിനാണ് പെര വിൽക്കണമെന്ന്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനും സുഖമില്ലാതെ സ്ട്രോക്കായിങ്ങാണ്ട് കിടപ്പിലാണ്. ഓരോ നാട്ടിലാണ്, ഓരോ നാട് കോട്ടക്കലാണ്. അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്താണ് സ്ഥലം വാങ്ങിയാണ്ട് പെരയാറ്റിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് പോകാനുള്ളൊരു പരിപാടിയിലാണ്. അപ്പോൾ റേറ്റൊക്കെ പരമാവധി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പിന്നെ കുറച്ചിങ്ങാണ്ട് കൊടുക്കും വീട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോൻ്റെ ലാസ്റ്റ് വാട്സപ്പ് നമ്പർ വെക്കും കേട്ടോ, റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക, ആരും കോൾ ചെയ്യണ്ട കേട്ടോ. അപ്പോൾ ഇതിൻ്റെ താഴെ ആ ചെറിയ ഇല കാണുന്നത് കറിവേപ്പിൻ്റെ മരമാണ്. ഇഷ്ടം പോലെ കറിവേപ്പിൻ്റെ ഇല ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് നമ്മളെ ചാമ്പക്ക മരമാണ്. പിന്നെ ഇത് 900 സ്ക്വയർ ഫീറ്റ് വീടും 10 സെൻറ്റ് സ്ഥലമാണ് കേട്ടോ. 10 സെൻറ്റ് സ്ഥലം 900 സ്ക്വയർ ഫീറ്റ് വീടും. പിന്നെ പുറമ്പോക്ക് ഒരു 5-6 സെൻറ്റ് സ്ഥലം മുന്നിൽ പുറമ്പോക്കുണ്ട്. അത് നമ്മൾ ആധാരത്തിലൊന്നും ഉണ്ടാവില്ല, അത് ഗവൺമെൻറ് സ്ഥലമാണ്, റോഡിൻ്റെ സ്ഥലമാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ കുഴിച്ചിടാം, ചേമ്പോ ചേന അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ കുഴിച്ചിടാം. അത് മൊത്തത്തിലിങ്ങനെ പോകുന്നുണ്ട് എല്ലാ വീടുകൾക്കും. ഇവിടെ മുന്നിലൊക്കെ പെരല്ലൂർക്കൊക്കെ ഇങ്ങനെ പുറമ്പോക്ക് സ്ഥലമുണ്ട്. അന്ത്യേതൂതരെ കാലത്താ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആറ്റലിൻ സ്വഹാബത്തിൻ കൂട്ടത്തിലൊരുവളായിരുന്നെങ്കിൽ ഞാൻ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത പുതിയ വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.